പെരിന്തൽമണ്ണ താഴേക്കോട് ശനിയാഴ്ചയാണ് ഞെട്ടിക്കുന്ന സംഭവം അരങ്ങേറിയത്. നാട്ടുകൽ സ്വദേശികളായ യുവാക്കൾ സഞ്ചരിച്ച കാറിൽ മറ്റൊരു കാർ ഇടിപ്പിച്ചാണ് വധശ്രമം അരങ്ങേറിയത്. നാട്ടുകൽ സ്വദേശികളായ മുഹമ്മദ് ഇർഫാൻ, മുഹമ്മദ് ഷമീൽ, സൽമാനുൽ ഫാരിസ് എന്നിവർക്ക് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റു. റോഡിൽ തലകീഴായി മറിഞ്ഞ കാറിൽ നിന്ന് നാട്ടുകാരാണ് യുവാക്കളെ രക്ഷപ്പെടുത്തി ആശുപത്രിയിലേക്ക് മാറ്റിയത്. അപകടമുണ്ടാക്കുന്നതിന് മുൻപ് കാറിലുണ്ടായിരുന്ന യുവാക്കളെ അക്രമി സംഘം വടിവാൾ ഉപയോഗിച്ച് വെട്ടിക്കൊലപ്പെടുത്താനും ശ്രമിച്ചിരുന്നു. 2 മാസം മുൻപ് നാട്ടുകൽ ഭാഗത്ത് ഫുട്ബോൾ മത്സരത്തിനിടെ ഇരു സംഘങ്ങൾ തമ്മിലുണ്ടായ സംഘർഷത്തിന്റെ തുടർച്ചയാണ് അക്രമമെന്ന് പോലീസ് പറഞ്ഞു. അന്ന് വാക്കുതർക്കവും സംഘർഷവും ഉണ്ടാകുകയും ഒരു സംഘം അറസ്റ്റിലായി ജയിൽ ശിക്ഷയും അനുഭവിച്ചു. ഇവർ ജയിലിൽ നിന്നിറങ്ങിയ ശേഷം ഇന്നലെ സംഘർഷത്തിലേർപ്പെട്ട രണ്ടാമത്തെ സംഘം പെരിന്തൽമണ്ണ ഭാഗത്തേക്ക് കാറിൽ വരുന്നതായി അറിഞ്ഞ് ആദ്യത്തെ സംഘം വഴിയിൽ കാത്തുനിന്ന് വാഹനം തടഞ്ഞു നിർത്തി വടിവാൾ പോലുള്ള മാരകായുധങ്ങൾ ഉപയോഗിച്ച് വെട്ടിപ്പരുക്കേൽപ്പിക്കാൻ ശ്രമിച്ചു. ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് വാഹനവുമായി പോകുന്നതിനിടെ പിന്നാലെ മറ്റൊരു കാറിലെത്തി ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു. തുടക്കത്തിൽ അപകടമാണെന്ന് നാട്ടുകാർക്ക് പോലും തോന്നിച്ച സംഭവത്തിൽ പോലീസ് നടത്തിയ വിശദമായ അന്വേഷണത്തിലാണ് പക മൂലമുള്ള വധശ്രമമാണ് അരങ്ങേറിയതെന്ന് വ്യക്തമായത്. പ്രതികൾക്കായി പെരിന്തൽമണ്ണ പോലീസ് തിരച്ചിൽ ആരംഭിച്ചു. ഈ ചാനൽ ന്യൂസ് പെരിന്തൽമണ്ണ.